ഹെൽമറ്റ് മുക്കി ഷിബുവേ. അതെ, ദേശീയ പണിമുടക്കിൽ കേരളം സാക്ഷ്യം വഹിച്ച വൈറൽ ദൃശ്യങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് രാജ്യമെമ്പാടും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പൊതുഗതാഗത മേഖലയാണ് ഈ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രഹരം ഏറ്റുവാങ്ങിയത്. സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ട് മുന്നേറിയ ഈ സമരം കേരളത്തിൽ നിന്നുള്ള ഒരു KSRTC ഡ്രൈവറുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ വൈറലായി. പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ ഷിബു തോമസ് എന്ന ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. പണിമുടക്ക് അനുകൂലികളുടെ ആക്രമണം ഭയന്നാണ് ഷിബു തോമസ് ഹെൽമറ്റ് ധരിച്ച് ബസ് ഓടിക്കാൻ നിർബന്ധിതനായതെന്ന റിപ്പോർട്ടുകൾ പണിമുടക്കിന്റെ ഇരുണ്ട വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേരളത്തിൽ പണിമുടക്ക് അതിശക്തമായിരുന്നു. KSRTC ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിവെച്ചതോടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ദുരിതത്തിലായി. ദൂരയാത്രക്കാർ, രോഗികൾ, ആശുപത്രിയിലേക്ക് പോകേണ്ടവർ, അടിയന്തര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടവർ എന്നിങ്ങനെ നിരവധി പേർ വഴിയിൽ കുടുങ്ങി. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച സാധാരണമായി. ടാക്സികളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങാൻ മടിച്ചതോടെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നവർ വലിയ തുക മുടക്കേണ്ടി വന്നു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും സർവീസ് നിർത്തിയത്. ഇത് പ്രതിസന്ധി രൂക്ഷമാക്കി. പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പുറപ്പെട്ട KSRTC ബസ് ഡ്രൈവർ ഷിബു തോമസ് ഹെൽമറ്റ് ധരിച്ച് വാഹനം ഓടിച്ചതാണ് പണിമുടക്കിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്ന്. സാധാരണഗതിയിൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഹെൽമറ്റ് ധരിക്കാറുള്ളത്. എന്നാൽ സമരക്കാരുടെ ആക്രമണം ഭയന്ന് KSRTC ഡ്രൈവർക്ക് ഹെൽമറ്റ് ധരിക്കേണ്ട വന്ന സാഹചര്യം ഞെട്ടിക്കുന്നതായിരുന്നു. സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ്സുകൾക്ക് നേരെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ ഷിബു തോമസിന്റെ ആശങ്കകൾക്ക് ആക്കം കൂട്ടി. അടൂരിൽ വെച്ച് ഷിബുവിന്റെ ബസ് സമരക്കാർ തടയുകയും യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. ഈ സംഭവം പണിമുടക്കിനിടെയുണ്ടായ അക്രമാസക്തമായ സാഹചര്യങ്ങളെ വ്യക്തമാക്കുന്നു. ഷിബു തോമസിന്റെ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും പണിമുടക്കിന് നേർക്കാഴ്ചയായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി ഭയത്തിനിടയിലും ജോലി ചെയ്യാൻ കാണിച്ച ധൈര്യത്തിന്റെ പ്രതീകമായി പലരും കണ്ടു. എന്നാൽ മറുവശത്ത് ഒരു പൊതുഗതാഗത ഡ്രൈവർക്ക് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയെന്ന് ഇത് തുറന്നു കാട്ടുകയും ചെയ്തു. കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലും പണിമുടക്ക് ശക്തമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പണിമുടക്കിനെ എതിർത്തുവെങ്കിലും ഇടതുപക്ഷ പാർട്ടികളും മറ്റ് ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്ത പണിമുടക്ക് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ജനജീവിതത്തെ ബാധിച്ചു. പൊതുഗതാഗതം താറുമാറായെങ്കിലും കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ സ്വകാര്യ വാഹനങ്ങൾ പലയിടത്തും സർവീസ് നടത്താൻ തയ്യാറായത് ജനങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകി. പശ്ചിമ ബംഗാളിൽ ചിലയിടങ്ങളിൽ പണിമുടക്ക് ആനുകൂലികളും അല്ലാത്തവരും തമ്മിൽ സംഘർഷങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഓരോ സംസ്ഥാനവും പണിമുടക്കിനോട് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിച്ചുവെന്നത് ഈ ദേശീയ സമരത്തിന്റെ സങ്കീർണത വെളിവാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ദേശീയ പണിമുടക്ക് ആഹ്വാനം ചെയ്തത്. പുതിയ തൊഴിൽ നിയമങ്ങൾ, സ്വകാര്യവൽക്കരണം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിൽപ്പന, കാർഷിക നിയമങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾക്ക് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് എന്ന കടുത്ത നയത്തിലേക്ക് നീങ്ങാൻ യൂണിയനുകൾ തീരുമാനിച്ചത്. മിനിമം വേതനം വർദ്ധിപ്പിക്കുക, കരാർ തൊഴിലാളികളുടെ സ്ഥിര നിയമനം ഉറപ്പാക്കുക, തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യൂണിയനുകൾ ഉന്നയിച്ചു. ഈ പണിമുടക്ക് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ കൂട്ടായ പോരാട്ടത്തിന്റെ ഒരു വലിയ പ്രകടനമായിരുന്നു. ഒരു ദിവസത്തെ ദേശീയ പണിമുടക്ക് പോലും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. കോടിക്കണക്കിന് രൂപയുടെ ഉൽപാദന നഷ്ടവും വ്യാപാര നഷ്ടവും ഇതിൽ ഉൾപ്പെടുന്നു. പൊതുഗതാഗതം നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ജോലിക്കെത്താൻ തടസ്സപ്പെടുത്തുന്നു. ഇത് ഉൽപാദനക്ഷമതയെ ബാധിക്കുന്നു. കൂടാതെ ചരക്ക് നീക്കം നിലയ്ക്കുന്നത് വ്യവസായങ്ങളുടെയും കാർഷിക മേഖലയെയും സാരമായി ബാധിക്കുന്നു. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൂടാതെ പണിമുടക്കുകൾ സാമൂഹിക പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നു. ജനജീവിതം ദുസ്സഹമാകുമ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ അസംതൃപ്തി വർദ്ധിക്കുന്നു. അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് ആശുപത്രികളിൽ എത്താൻ കഴിയാതെ വരുന്നത് പോലുള്ള സാഹചര്യങ്ങൾ സമൂഹത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളും ക്ലാസുകളും നഷ്ടമാകുന്നത് അവരുടെ ഭാവിയെയും ബാധിക്കുന്നു. ദേശീയ പണിമുടക്കുകൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക ഘടനയിൽ ഒരു വലിയ ആഘാതം സൃഷ്ടിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഇത്തരം സമരങ്ങൾ ജനജീവിതത്തെ താറുമാറാക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നത് ഒരു സുപ്രധാന ചോദ്യമാണ്. സർക്കാരും തൊഴിലാളി യൂണിയനുകളും തമ്മിൽ തുറന്ന ചർച്ചകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പരസ്പര ബഹുമാനത്തോടെയുള്ള സംവാദങ്ങളും സമവായനകളുമാണ് ഭാവിയിലെ ഇത്തരം പണിമുടക്കുകൾ ഒഴിവാക്കാൻ ഏറ്റവും പ്രധാനം. ഷിബു തോമസിനെ പോലെയുള്ള സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉറപ്പാക്കേണ്ടത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ കടമയാണ്.